ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കാശ്മീർ യാത്രയിലെ കാഴ്ചകൾ തുടരുകയാണ്. ഇന്നത്തെ യാത്ര ദാൽ ലേക്കിലേക്കാണ്. ശ്രീനഗറിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ തടാകം. ജമ്മു കാശ്മീർ ഭരണകൂടത്തിൻ്റെ വേനൽക്കാല വസതി കൂടിയാണ് ഇവിടം. ഇത് കാശ്മീർ താഴ്വരയിലെ അനേകം തടാകങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ തടാകം വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമാണ്. ഈ തടാകം 18 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരന്നു കിടക്കുന്നുണ്ട്. മഞ്ഞുകാലത്ത് ഈ തടാകം മുഴുവൻ മരവിച്ച് മഞ്ഞു മൂടാറുണ്ട്. മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന മലനിരകൾ, അതിനു താഴെ കണ്ണീരോളം തെളിവാർന്ന വെള്ളം, കൊതുമ്പ് വള്ളങ്ങളും സഞ്ചാരികളും. ഇത്തരമൊരു അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് ശ്രീനഗറിലെത്തിയാൽ കാണാൻ പറ്റുക. പക്ഷേ നമ്മളിവിടെ യാത്ര തുടങ്ങുന്ന ഈ ഒരു ഭാഗം അത്ര വൃത്തിയൊന്നുമില്ല. ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തെളിഞ്ഞ വെള്ളം കാണാനും കഴിയില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്ഫടികം പോലെയുള്ള വെള്ളം കാണാം. ശിക്കാര വള്ളങ്ങളും അവിടെ ഒഴുകി നീങ്ങുന്ന മാർക്കറ്റും മഞ്ഞുകാലത്ത് ഐസാകുന്ന വെള്ളവും ഒക്കെ ചേർന്ന് അതിമനോഹരമാണ് ദാൽ തടാകത്തിൻ്റെ ഓരോ കാഴ്ചയും. കശ്മീരിൽ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് ദാൽ തടാകം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രസിദ്ധമായ ഈ തടാകം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാകുന്നത് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾക്കിടയിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിൽ ഒന്ന് എന്ന വിശേഷണവും ദാൽ തടാകത്തിനുണ്ട്. ശ്രീനഗറിൻ്റെ രത്നം എന്നാണ് സഞ്ചാരികൾ സ്നേഹപൂർവ്വം ദാൽ തടാകത്തെ വിളിക്കുന്നത്. ശ്രീനഗറിൻ്റെ ഹൃദയഭാഗത്താണ് ദാൽ സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല ഭരണ കേന്ദ്രം കൂടിയാണ് ശ്രീനഗർ. ഞങ്ങളിതാ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. മഞ്ഞുകാലത്ത് ഇവിടെ എത്തിയാൽ തടാകമായിരിക്കില്ല കാണുക. പകരം ഇവിടെ ഉണ്ടാകുക വെള്ളത്തിൻ്റെ പാളി മാത്രമായിരിക്കും. ഈ സമയത്ത് തടാകം മുഴുവനും ഒരു ഐസ് പാളിയായി മാറും. ഏകദേശം -11 ഡിഗ്രിയോളം ഇവിടെ താപനില താഴാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ഇവിടെ എത്തുന്നവർ മഞ്ഞിലെ വിനോദങ്ങളായ സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയവയിലാണ് സമയം ചെലവഴിക്കുന്നത്. ഞങ്ങളെന്തായാലും ഈ ഒരു യാത്ര ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ദാൽ തടാകം എന്നാൽ 3 തടാകങ്ങളുടെ സംഗമ കേന്ദ്രം കൂടിയാണ്. പുരാണങ്ങളിലും പഴയ ഗ്രന്ഥങ്ങളിലുമെല്ലാം മഹാസരിത് എന്നാണ് ദാൽ തടാകത്തെ വിശേഷിപ്പിക്കുന്നത്. തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇസാബാർ എന്നൊരു പ്രദേശമുണ്ടത്രേ. ഇവിടെയാണ് ദുർഗാദേവിയുടെ വാസസ്ഥലം എന്നാണ് വിശ്വാസം. കശ്മീരിലെത്തിയാൽ പിന്നെ ദാൽ തടാകം കാണാതെ മടങ്ങുന്നത് ആ യാത്രയുടെ മുഴുവൻ രസവും കളയുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ യാത്രാ ലിസ്റ്റിൽ തീർച്ചയായും തടാകത്തെയും ഉൾപ്പെടുത്തണം. ഇവിടെ എത്തിയാൽ നിരവധി കാഴ്ചകൾ കണ്ടു തീർക്കുവാനുണ്ട്. തടാക കാഴ്ചകൾക്ക് പുറമെ ഷിക്കാരയിലെ യാത്ര, സൂര്യാസ്തമയം, ഒഴുകുന്ന മാർക്കറ്റുകൾ, അവിടങ്ങളിലെ കച്ചവടക്കാർ, ദൃശ്യങ്ങൾ പകർത്തുന്ന സഞ്ചാരികൾ, അങ്ങനെ ആകെ തിരക്കും ബഹളവുമാണ്. അതൊരു പ്രത്യേക രസം തന്നെയാണ് യാത്ര ചെയ്യുമ്പോൾ. തടാകം മുഴുവനായി കറങ്ങിയടിച്ച് കണ്ടു തീർക്കുവാൻ ഏകദേശം 6 മണിക്കൂറെങ്കിലും വേണ്ടിവരും. ഇവിടുത്തെ പല ബിസിനസ്സുകളും നിങ്ങൾക്കിപ്പോൾ കാണാം. ഇപ്പോൾ ഇവിടെ നിന്നും കസ്റ്റമറെ ഇങ്ങനെ വിളിച്ച് അവരുടെ ഒരു തോണിയിലാക്കിയിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റ് തരും. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും പ്രിൻ്റ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പല ഐറ്റംസ് ഇങ്ങനെ വിൽപ്പന നടത്തുന്നവർ ഇവിടെയുണ്ട്. പലതരം ചായകളുണ്ട്, കവയുണ്ട്. അതേപോലെ കണ്ടില്ലേ, ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോട്ടോ സെക്ഷൻ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റായിട്ട് ബിസിനസ് നടത്തണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ വേണ്ട എന്ന് ആദ്യം പറഞ്ഞാൽ പോലും പിന്നീട് നമുക്ക് ചെയ്തുകൂടെ എന്ന് തോന്നും, ഒരു ഫോട്ടോ എടുത്തുകൂടെ എന്നൊക്കെ തോന്നും. അതുപോലെ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇവരുടെ ഒരു ബിസിനസ് ട്രിക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെയാണ്. മറ്റൊരു കച്ചവടക്കാരൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. മാലകളും വളകളൊക്കെയാണ് ഇവിടെയുള്ളത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട്. മറ്റൊരു സൈഡിൽ വീണ്ടും ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയുള്ള കുറേ ബിസിനസ്സൊക്കെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും രസകരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. ആദ്യമായിട്ട് കാശ്മീരിലെത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരിക്കും. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിതാ യാത്ര തുടരുകയാണ്.
ഒഴുകുന്ന പൂന്തോട്ടവും അതേപോലെ തന്നെ ഒഴുകി നടക്കുന്ന പോസ്റ്റ് ഓഫീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ എത്തിയാൽ കാണാം. അതൊക്കെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നല്ല തെളിഞ്ഞ വെള്ളവും അതിലെ കുറേ ചെടികളൊക്കെ എവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണാം. ഒരുപാട് ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ കുളിക്കുന്ന ഒരു പക്ഷി എൻ്റെ ക്യാമറ കണ്ണിൽപ്പെട്ടു. ഞാൻ അതിനെ ശ്രദ്ധിച്ച് നോക്കി, സൂം ചെയ്ത് നോക്കി. നിങ്ങൾക്ക് അതിപ്പോൾ ഇവിടെ കാണാം. എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇതിൽ ഏത് പക്ഷിയാണെന്ന് അറിയുന്ന ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാശ്മീർ യാത്ര നടത്തിയ ആളുകൾക്കൊക്കെ ഇത്തരം കാഴ്ചകൾ കണ്ട് അനുഭവമുണ്ടാവും. എന്തായാലും എൻ്റെ ആദ്യത്തെ യാത്രയാണിത്. പലതും ഈ യാത്രയിൽ നിന്ന് പഠിച്ചു. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. പല ടൈപ്പിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. എന്തായാലും ഇത്തരം കാഴ്ചകളൊക്കെ ആസ്വദിച്ച് സമയം പോകുന്നത് അറിയില്ല. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കാശ്മീരി കാവയുമായി ഒരാൾ അടുത്തേക്കെത്തി. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളും കാശ്മീരി കാവ ഓർഡർ ചെയ്തു. കൂടെയുള്ള യാത്രക്കാരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം അവരൊക്കെ നന്നായി യാത്ര ആസ്വദിക്കുന്നുണ്ട് എന്ന്. എന്തായാലും ഫസ്റ്റ് കാശ്മീർ പോകുന്ന ആളുകൾക്ക് ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. കാശ്മീരിലെത്തിയിട്ട് കാശ്മീരി കാവ കുടിക്കാണ്ട് എങ്ങനെ? ഇതാ കാശ്മീരി കാവ മുമ്പിലേക്ക് എത്തി. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ചവച്ച് തിന്നാനൊക്കെ ഇതിനകത്തുണ്ട്. എന്തായാലും നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക ഐറ്റമാണിത്. കാശ്മീരി കാവയുടെ രുചിയൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. വീണ്ടും കൂടുതൽ കാശ്മീരി കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.